Good morning all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്യാരക്ടേഴ്സ് റെപ്രസെന്റേഷൻ ആണ് അല്ലേ. അതിൽ നമ്മൾ ASCII എന്ന് പഠിച്ചു. ASCII എന്താണ് ASCII എന്ന് പറഞ്ഞത്? നമ്മൾ പഠിച്ചത് എന്താ? ASCII 7 ബിറ്റുള്ളതാണെന്ന് പഠിച്ചു അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കമ്പ്യൂട്ടറിലും പല കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു കോഡ് റെപ്രസെന്റേഷൻ തന്നെയാണ് ASCII എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ASCII വന്നത് 7 ബിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി വേറൊന്നുണ്ട്, ASCIIയുടെ ഒരു ന്യൂ വേർഷൻ ആണ് ASCII 8 എന്ന് പറയുന്നത്. ഓക്കെ, ASCII 8 ഈ 8 ബിറ്റാണ് ASCII 8 എന്ന് പറയുന്ന ഇതിൽ പറയുന്നത്. 8 ബിറ്റാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു ക്യാരക്ടറിന് 8 ബിറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. 7 ബിറ്റാണ് ആക്ച്വലി ASCII, പക്ഷെ ന്യൂ വേർഷൻ ആണ് ASCII 8, സോ സ്റ്റോർഡ് ഇൻ 8 ബിറ്റ്. മനസ്സിലായല്ലോ. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 256 ക്യാരക്ടേഴ്സ് എന്നാണ് പറയാം കേട്ടോ. അത്രയും കപ്പാസിറ്റി ഉണ്ടെന്നാ പറയാം. അത്രയും ക്യാരക്ടർ 256 ക്യാരക്ടറിന് ഓരോ ക്യാരക്ടറും എന്താണ് 8 ബിറ്റ് വെച്ചിട്ടാണ് ASCII 8. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് EBCDIC ആണ്. എന്താണ് EBCDIC? കേട്ടിട്ടുണ്ടോ? അത് അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ കോഡ്. എന്താണ് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ കോഡ്? അതാണ് EBCDIC എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതും എന്താണ്? ഇതും ഒരു ക്യാരക്ടർ റെപ്രസെന്റേഷനിൽ IBM എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. IBM കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് IBM അല്ലേ. IBM എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ അല്ലേ. IBM കേട്ടിട്ടില്ലേ? ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് ഒരു കമ്പ്യൂട്ടറൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് IBM എന്ന് പറഞ്ഞത്. ഈ IBM ഇറക്കിയിട്ടുള്ള ഒരു ഡാറ്റ റെപ്രസെന്റേഷൻ ആണ്, ക്യാരക്ടറിന്റെ റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയുന്നത് എന്ത് EBCDIC എന്ന് പറയുന്നത്. കേട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എത്ര ബിറ്റാണ് ഇവിടെ യൂസ് ചെയ്യുക? സൈസ് ഓരോ ക്യാരക്ടറിലും 8 ബിറ്റ് വീതമാണ്. ഓക്കെ, 8 ബിറ്റ് കേട്ടോ, തെറ്റിക്കരുത്. 8 ബിറ്റ് എത്ര? 256 ക്യാരക്ടേഴ്സ് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ASCII എത്ര പറഞ്ഞത്? 126 പറഞ്ഞു അല്ലേ. 7 ബിറ്റ് ആണെങ്കിൽ 126. അപ്പോൾ നമ്മൾ മനസ്സിലാവാൻ നമ്മൾ പറഞ്ഞു കീബോർഡിൽ എത്രത്തോളം ഉണ്ടോ അത് വിത്തൗട്ട് നമ്പർ എല്ലാം കൂടിയിട്ടുള്ള ഇതാണ് ക്യാരക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ IBM ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഡഡ് കോഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ കോഡിൽ 8 ബിറ്റ് കോഡാണുള്ളത്. എത്ര ക്യാരക്ടറാണ്? അതിൻ്റെ കപ്പാസിറ്റി എന്നത് എൻകോഡിംഗ് 256 ക്യാരക്ടേഴ്സ്. ദാറ്റ് മീൻസ് 8 ബിറ്റ് കോഡ് യൂസ് ഇൻ ദി കമ്പ്യൂട്ടർ ഇൻ മാനുഫാക്ചർഡ് ബൈ IBM is International Business Machine and it is capable of encoding 256 characters. കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ISCI. വാട്ട് ഈസ് ദാറ്റ്? ISCI അതൊരു ഇന്ത്യൻ ഫോമാണ് ആക്ച്വലി. ISCI ദാറ്റ് ഈസ് അതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. വാട്ട് ഇസ് ദാറ്റ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ. ഇനി ആ സ്റ്റാൻഡേർഡ് ഭാഗത്ത് ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരാം. അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ക്ലിയർ ആയല്ലോ. ISCIയുടെ എക്സ്പാൻഷൻ എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. മനസ്സിലായില്ലേ? ഇനി എന്താണ് ISCIയിൽ പറയുന്ന കുറച്ച് എത്രത്തോളം നമ്മൾ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം, എത്രത്തോളം ബിറ്റ് ഉണ്ട്, അവിടെ സൈസ് എത്രയുണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. 8 ബിറ്റ്. ISCI യൂസസ് 8 ബിറ്റ് ഫോർ ഡാറ്റ റെപ്രസെന്റേഷൻ. എത്ര ബിറ്റാണ്? 8 ബിറ്റ് അല്ലേ. ഇനി ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പല ഭാഷകളും നമുക്ക് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ ISCIയിൽ. ഓക്കെ, ദാറ്റ് ഈസ് എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലുള്ള ഏതൊരു ഭാഷയാവട്ടെ, ഓക്കെ, ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്യാരക്ടർ നമ്മൾ എടുക്കും, ആ ക്യാരക്ടറിനെ എന്ത് ചെയ്യണമെന്ന്
റെപ്രസെൻറ്റിങ് ഒരു കോഡിംഗ് ഉണ്ട്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ASCII പറയുന്നില്ലേ ഏതൊരു ക്യാരക്ടറിന് എന്തുണ്ട്, ഒരു കോഡ് ഫോം ഉണ്ട്, കേട്ടില്ലേ? അപ്പോൾ ഇതിനും ISCIയിലും അങ്ങനെയുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഈ ISCII ഒക്കെ കുറച്ച് പഴയതാണ്, അതിൽ നിന്ന് മാറിയിട്ടാണ് യൂണിക്കോഡ് വന്നിട്ടുള്ളത്. ഓക്കെ, യൂണിക് ISCII ഹാവ് റിപ്ലേസ്ഡ് ബൈ യൂണിക്കോഡ്. എന്താ യൂണിക്കോഡ് എന്ന് പറഞ്ഞത്? ഇതിന് എത്ര ബിറ്റാണുള്ളത്? 16 ബിറ്റാണ്. നമ്മൾ പറഞ്ഞു ഇൻഡിജറിൽ അല്ലേ എത്രയാണ് ഫസ്റ്റത്തെ ASCIയിൽ എത്ര റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്, EBGDICൽ എന്താണ് 256 ക്യാരക്ടേഴ്സ് ആണ് പറയുന്നു. ഇത് യൂണിക്കോഡ് ഏറ്റവും കൂടുതലാണ്, 65,536 ക്യാരക്ടേഴ്സ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിലെ തന്നെ പല ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾക്കിപ്പോൾ നമ്മളുടെ കീബോർഡിൽ എന്താ ABC, അതായത് ആൽഫബെറ്റ്സ് മാത്രം, അത് ക്യാപിറ്റൽ ആവാം സ്മോൾ ലെറ്റർ ആവാം അല്ലേ, അങ്ങനെയല്ലേ നമുക്ക്. അതുപോലെ പല ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. ഇന്ത്യയിലത്തെ അല്ല, ഇന്ത്യയിലാണെങ്കിൽ ISCII ഒക്കെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂണിക്കോഡാണ്, അതായത് വേൾഡിലെ തന്നെ പല ഭാഷകളും നമുക്ക് കൈകാര്യം ചെയ്തുള്ള, അതായത് ആ ക്യാരക്ടേഴ്സ് കിട്ടുന്ന അതിനെ കോഡാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് യൂണിക്കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടർ, ഓക്കെ, ക്യാരക്ടർ യൂണിക്കോഡിൽ പല റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ഓരോ കമ്പ്യൂട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട്, അതായത് ഓരോ കമ്പനിക്കാർ ഇറക്കുന്നതിൽ വ്യത്യസ്തമായ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത്? ASCII, EBGDIC, ISCII, യൂണിക്കോഡ്. കിട്ടിയല്ലോ. ഇന്ന് പഠിച്ചത് EBGDIC, ISCII ആൻഡ് യൂണിക്കോഡാണ്. പഠിച്ചു അല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇതൊരു തിയറിയാണ്, ചെറുതായിട്ടൊന്ന് ലെക്ചർ നോട്ട് പോലെ മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ എക്സ്പെൻഷൻ പഠിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ISCIൻ്റെ ഫുൾ ഫോം എന്താ, അതൊക്കെ ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കാവുന്ന കാര്യമാണ്. കേട്ടില്ലേ? അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ ആണ് അല്ലേ. ഡാറ്റ നമ്മൾക്ക് എങ്ങനെ ഏതിലൊക്കെ നമുക്ക് മാനറിലാണ് പോകുന്നത്? ഡാറ്റ നമ്പേഴ്സ് ആയിട്ട് പോകാം, അതുപോലെ ക്യാരക്ടേഴ്സ് ആയിട്ട് പോകാം, ഓഡിയോ, വീഡിയോ അല്ലേ. അപ്പോൾ നമുക്ക് ഓഡിയോ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജ്, അത് നമുക്ക് ഇമേജിനെ വെക്കാം. ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഇമേജാണ്. ഈ ഇമേജ് നമ്മൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാം? നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ഫയൽ ഫോർമാറ്റ് ആയിട്ടായിരിക്കും എന്താ സ്റ്റോർ ചെയ്യാമെന്നുള്ളത്, ശരിയല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും JPEG അല്ലേ. JPEG ഫയൽ ഫോർമാറ്റിലാണ് എന്താ കൂടുതലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏതാണ്? JPEG, ദാറ്റ് ഈസ് ജോയിൻറ്റ് പിക്ചർ എക്സ്പെർട്സ് ഗ്രൂപ്പ്. അതാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻഷൻ. JPEG എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ദ മൾട്ടിമീഡിയ ഡാറ്റ സച്ച് ആസ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ ദാറ്റ് ആർ all are stored in different types of files. ഓക്കെ, അപ്പോൾ ഇമേജിനെ നമ്മൾ ഏത് ഫോർമാറ്റിലാണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? an image is most popularly stored in JPEG file format. ഓക്കെ, ഇനി വേറെ ഫോർമാറ്റ്സുകളൊക്കെ ഉള്ളത് എന്തൊക്കെയാണ്? BMP ഉണ്ട്, അതുപോലെ തന്നെ TIFF ഉണ്ട്, GIF ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ PNG ഉണ്ട്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുള്ള ഫയൽ ഫോർമാറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. എന്താണ് BMP എന്ന് പറയുന്നത്? ബിറ്റ്മാപ്പ് ഫയൽ ഫോർമാറ്റ്. BMP മീൻസ് ബിറ്റ്മാപ്പ് ഫയൽ ഫോർമാറ്റ്. വാട്ട് ഈസ് TIFF? ടാഗ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. ഓക്കെ, ടാഗ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. GIF എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. GIF മീൻസ് ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. What is PNG? That is portable, okay, or public network graphic. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഫയൽ ഫോർമാറ്റ്. ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇമേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽ ഫോർമാറ്റ്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? JPEG. കിട്ടിയല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ? അടുത്തതാണ് ഡിജിറ്റൽ ഓഡിയോ അല്ലേ. ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് എന്താണ് ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്. ഇപ്പോൾ ഇതുപോലെ തന്നെ പല ഫയൽ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഏതാണത്? MP3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. MIV, MIDI, AIFF അങ്ങനെ പറയുന്ന. ഇപ്പോൾ MP3 നമുക്ക് ഓൺലൈനായിട്ട് കേട്ടിട്ടുള്ളത് MP3 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ ഓഡിയോ.
സ്റ്റോർ ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഈസി അല്ലേ? അടുത്ത എന്താണ്? വീഡിയോ ആണ് അല്ലേ? വീഡിയോ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാം? നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ എന്ന് പറയുന്നത് ഓഡിയോയും അതുപോലെ ഇമേജ് വീഡിയോയും കൂടിയിട്ടുള്ളതാണ് അല്ലേ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ആ രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റണം. അങ്ങനെയുള്ളൊരു ഫയൽ ഫോർമാറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? AVI എന്ന് പറയുന്നത്. AVI. വാട്ട് ഈസ് AVI? ഓഡിയോ വീഡിയോ ഇൻ്റർലൈവ് എന്ന് പറയുന്നത് AVI. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട് വീഡിയോ ഫോർമാറ്റിൽ. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വയ്ക്കാം. കേട്ടില്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ പഠിച്ചെടുക്കാൻ ഈസിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് കാണാം. താങ്ക് യു.